നമസ്തേ. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ചിലരുണ്ട്. എന്നാൽ ചില സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലും ശരിയാകുന്നുമില്ല. നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ റൂട്ട് ചക്രത്തിനെ കുറിച്ചും അതിനുശേഷം സ്വാധിഷ്ഠാന ചക്രത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണിപ്പൂരിക ചക്രത്തെ അല്ലെങ്കിൽ സോളാർ പ്ലെക്സസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ചക്രത്തെ കുറിച്ചാണ്. ഒന്നാമത്തെ റൂട്ട് ചക്രയിലേക്ക് വരുന്ന സമയത്ത് ഐ എക്സിസ്റ്റ്, ഞാനിവിടെ അസ്തിത്വം എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഞാനിവിടെ സ്ഥിതി ചെയ്യുന്നു, എന്റെ അസ്തിത്വത്തിനെയാണ് അത് സ്വാധീനിക്കുന്നത് എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്രൽ ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് ഐ ഫീൽ എന്നുള്ളതാണ്. ഞാൻ ഓരോന്നിനെയും അനുഭവിക്കുന്നു, ഞാൻ ആസ്വദിക്കുന്നു, ഞാൻ ക്രിയേറ്റീവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഇനി അതിനുശേഷം നമ്മൾ വരുന്നത് ഐ എക്സിസ്റ്റ്, ഐ ഫീൽ, ഐ ഡു, ഞാൻ ചെയ്യുന്നു. ഡു എന്ന് പറയുന്ന സമയത്ത് ആക്ഷൻ അല്ലെങ്കിൽ കർമ്മം എന്നത് തന്നെയാണ്. ഈ ഒരു ചക്രത്തിന്റെ സ്വാധീനത്തിനെ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തൊട്ടതെല്ലാം പൊന്നാകുന്നതും അല്ലെങ്കിൽ തൊടുന്നതെല്ലാം തകർന്നു പോകുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നതും. നമ്മുടെ മണിപ്പൂരിക ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തി ഉയർന്നു കഴിയുന്ന സമയത്ത് നമ്മൾ കർമ്മയോഗികളായിട്ട് മാറുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളടക്കമുള്ള നമ്മുടെ ആത്മാവിന്റെ പർപ്പസ്, അതിന്റെ മീനിങ്ങിനെ സാധൂകരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ നമ്മിലൂടെ ചെയ്യാനായിട്ട് നമ്മുടെ കുണ്ടലിനി ശക്തി മണിപ്പൂരിക ചക്രത്തിലൂടെ പ്രവർത്തിക്കുകയാണ്. കർമ്മയോഗികൾ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ഇന്റൻഷൻസിനെ നമുക്ക് കൃത്യമായിട്ട് ആക്ഷൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണ് നമ്മുടെ മണിപ്പൂരിക ചക്രം കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ മണിപ്പൂരിക ചക്രം വീക്ക്നെസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുകയാണ്. ഇത്തരത്തിൽ മണിപ്പൂരിക ചക്രം ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ, അനുഭവങ്ങൾ, അതുപോലെ തന്നെ മണിപ്പൂരിക ചക്രത്തിന്റെ ശക്തിക്കും അശക്തിക്കും കാരണമാകുന്നതായിട്ടുള്ള റൂട്ട് കോസസ്, അതുപോലെ തന്നെ മണിപ്പൂരിക ചക്രം ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഹീലിംഗ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഈ വീഡിയോയിൽ വളരെ ചുരുക്കി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മണിപ്പൂരിക ചക്രം നമ്മളുടെ കർമ്മത്തിന്റെ ഫ്യൂവനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ചക്രം എന്ന് പറയുന്ന സമയത്ത് സ്പിരിച്വൽ എനർജി സെന്റേഴ്സ് ഇൻ ഹ്യൂമൻ ബോഡി, നമ്മുടെ ഭൗതിക ശരീരത്തിലേക്ക് നമ്മുടെ ഓറയെ ഏർത്ത് ചെയ്യുന്നതായിട്ടുള്ള എനർജി സെന്റേഴ്സ് അല്ലെങ്കിൽ പില്ലേഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. മണിപ്പൂരിക ചക്രം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിന്റെ ഫ്യൂവനായിട്ട് പ്രവർത്തിക്കുകയാണ്. മണിപ്പൂരിക ചക്രത്തിലേക്ക് ഊർജം ഉയർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ നമുക്ക് ചുറ്റും നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്ന ആളുകൾ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ, നല്ല രീതിയിൽ കരിസ്മയോടുകൂടി ആധികാരികതയോടുകൂടി സംസാരിക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികൾ. ഇനി അധികം സംസാരമില്ലെങ്കിലും പ്രവൃത്തി, അവർ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും, അത് സംസാരമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊക്കെ ഉള്ളത് കർമ്മയോഗികളുടെ ഒരു പ്രത്യേകത. അതിൽ ചില പ്രത്യേകതകൾ മാത്രമാണ്. നമ്മുടെ രാജ്യത്തേക്ക് നോക്കുന്ന സമയത്ത്, നമ്മുടെ പ്രധാനമന്ത്രിയെ നിരീക്ഷിക്കുന്ന സമയത്ത് ചക്ര സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യക്തികളെ വിധിക്കുകയല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് മണിപ്പൂരിക ചക്രത്തിലേക്ക് ഊർജ്ജം എത്തിയിട്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ നമുക്ക് അദ്ദേഹത്തിനെയൊക്കെ ദർശിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇവരൊക്കെയും ഊർജ്ജം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ യുഗപുരുഷന്മാരെന്നും അവതാരങ്ങളെന്നും ജനങ്ങൾ വിളിക്കുന്നത്. മണിപ്പൂരിക ചക്രത്തിൽ ഊർജ്ജം എത്തുന്ന സമയത്ത് നമ്മൾ പവർ ഹൗസുകളായിട്ട് മാറുകയാണ്. എന്നാൽ മണിപ്പൂരിക ചക്രത്തിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീലിംഗ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ലെഥാർജിക് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഊർജ്ജം ഇല്ലാത്തതുപോലെ, ക്ഷീണം പോലെ, ഫറ്റീഗ് പോലെയൊക്കെ തോന്നുകയാണ് ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസിന്റെ അപ്പുറത്തേക്ക്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു മെഡിക്കൽ ഓർ സൈക്കോളജിക്കൽ അഡ്വൈസ് ആയിട്ട് കണക്കിലെടുക്കരുത്. ഇതെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും നിരീക്ഷണങ്ങളും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായിട്ടുള്ള വീക്ഷണങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന ഭാരതീയ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ആ പ്രാചീന ഭാരതീയ സങ്കല്പങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതായിട്ടുള്ള വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട തിയറികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലൂടെ, ഒരു ഏൻഷ്യന്റ് ഹിന്ദുയിസ്റ്റിക് സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാര്യങ്ങളെ നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനായിട്ടും ശ്രമിക്കുകയാണ്. അത്തരത്തിൽ നമുക്ക് ആത്മീയമായിട്ടുള്ള നമ്മുടെ ബോധമണ്ഡലത്തിന്റെ വികാസത്തിലൂടെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ ഉയർത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. അതാണ് നവയുഗത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത്. മണിപ്പൂരിക ചക്രം അശക്തമാകുന്ന സമയത്ത് നമ്മുടെ ആത്മവിശ്വാസം തകർന്നതുപോലെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സെൽഫ് വർത്തിന് ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള റിജക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ആത്മവിശ്വാസം തകർന്നതായിട്ട് തോന്നാറുണ്ട്. ഇതിന്റെ കാരണം കൊണ്ടൊക്കെ മണിപ്പൂരിക ചക്രം ചിലപ്പോൾ വീക്ക്നെസ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.
എന്നാൽ മണിപ്പൂരിക ചക്രം ശക്തമാകുന്ന സമയത്ത് നമ്മുടെ വിൽ പവർ വർദ്ധിക്കുകയാണ്. നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ടുള്ള ആ ഒരു ശക്തി നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ മണിപ്പൂരിക ചക്രത്തിന്റെ ഊർജ്ജത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അത് നമ്മുടെ ആത്മാവിന്റെ പർപ്പസിനെ, സോൾ പർപ്പസിനെ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിനെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ്. അത് ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തിന് മീനിങ് തരികയും കർമ്മം സാറ്റിസ്ഫൈ ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച, നെക്സ്റ്റ് ലെവലിലേക്കുള്ള അസെൻഷൻ സാധ്യമാവുകയും ചെയ്യുകയാണ്. മണിപ്പൂരിക ചക്രം ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനടവില്ലാതെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ടും ഫ്രീക്വന്റ് ആയിട്ടും റിപ്പീറ്റ് ആയിട്ടും ഒക്കെ വരുന്ന കാര്യങ്ങൾ അതിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ മണിപ്പൂരിക ചക്രം വീക്ക് ആകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ തുടങ്ങിയ അവസ്ഥകളൊക്കെ മണിപ്പൂരിക ചക്രം വീക്ക് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചില ആളുകളെ നിരീക്ഷിക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും, ഇവരെങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മേഖല അവർ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, നല്ല രീതിയിൽ പഠിക്കുന്ന, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ കാണുന്ന സമയത്ത് അതുപോലെ ആകണം എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ കർമ്മമാണ് ഞാനും ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ആത്മാവിന്റെ പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള കർമ്മം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ കൃത്യമായിട്ട് നിഷ്കാമമായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മണിപ്പൂരിക ചക്രം ശക്തമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നല്ല കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള റൈറ്റ് ഡിസിഷൻ കൃത്യമായിട്ടുള്ള സമയത്ത് ഒരു പിഴവുകളും ഇല്ലാതെ എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ വന്നു ചേരാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് മണിപ്പൂരിക ചക്രം ശക്തമാകുന്ന സമയത്ത് നമുക്ക് സാധിക്കുകയാണ്. എന്നാൽ ഈ ചക്രം വീക്ക് ആകുന്ന സമയത്ത് അൺസർട്ടനിറ്റി ഉണ്ടാകുകയാണ്, ലാക്ക് ഓഫ് ഫോക്കസ് ഉണ്ടാകുകയാണ്. ഒരു കാര്യവും ആരംഭിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി ആരംഭിച്ചാൽ തന്നെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ചില സമയത്ത് ആരംഭശൂരത്വം ഉണ്ടാകും, എന്നാൽ പിന്നീട് അങ്ങോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വലിയ വർത്തമാനമായിരിക്കും, പക്ഷെ പ്രവൃത്തിയിലേക്ക് ഒന്നും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മണിപ്പൂരിക ചക്രം വീക്കാകുന്ന സമയത്തുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ വിശേഷണമാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയതിനു ശേഷം, ഞാൻ പെർഫെക്റ്റ് ആയതിനു ശേഷം, എന്റെ സമയം പെർഫെക്റ്റ് ആയതിനു ശേഷം, പ്രപഞ്ചം പെർഫെക്റ്റ് ആയതിനു ശേഷം, ദൈവം പെർഫെക്റ്റ് ആയതിനു ശേഷം, എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് പെർഫെക്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും വരികയില്ല എന്നുള്ളതാണ്. നല്ലത് നാളെ വരും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഇപ്പോഴുള്ള മൊമെന്റിനെ എടുത്തിട്ട് നല്ലതാക്കുന്നവരാണ് തീർച്ചയായിട്ടും ഉന്നത വിജയത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണമെങ്കിൽ, പ്രവർത്തിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ മണിപ്പൂരിക ചക്രം അല്ലെങ്കിൽ സോളാർ പ്ലക്സസിൽ ഊർജം സംഭരിക്കപ്പെടണം, അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ആകണം, ഓപ്പൺ ആകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മണിപ്പൂരിക ചക്രം അശക്തമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലാക്ക് ഓഫ് ഫോക്കസ് ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഫോക്കസ് കിട്ടുന്നില്ല. ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോവുകയാണ്. നമ്മുടെ മാർഗം വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ആകുലതയിലും അൺസർട്ടനിറ്റിയിലും ഉഴലുന്നതായിട്ടുള്ള ഒരു അവസ്ഥ മണിപ്പൂരിക ചക്രം വീക്കാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ മണിപ്പൂരിക ചക്രം നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള എനർജി ലെവൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല ഫോക്കസും ക്ലാരിറ്റിയും ലഭിക്കുന്നു എന്നുള്ളതാണ്. ലെഥാർജിക് ആയിട്ടുള്ള അവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് നല്ല ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ നമുക്ക് കിട്ടുകയാണ്. ആക്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം ലഭിക്കുകയാണ്. നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മൾ വളരെ കുറച്ച് പണിയെടുക്കുകയും നമുക്ക് പ്രപഞ്ചം വലുതായിട്ടുള്ള റിവാർഡ് തരുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ, ഫീലിങ്ങുകൾ നമ്മുടെ ഈ മണിപ്പൂരിക ചക്രം അതിലേക്ക് കുണ്ടലിനി ശക്തി ഉയർന്നു വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മനോഹരമായിട്ടുള്ള അനുഭവങ്ങളിൽ ചിലതാണ്. മണിപ്പൂരിക ചക്രം ശക്തമായിട്ടിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വ്യക്തികളിൽ നമുക്ക് നല്ല ശക്തമായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നേതൃപാടവം എന്ന് പറയുന്ന അസാമാന്യമായിട്ടുള്ള ശേഷി, ഫിറ്റസ്റ്റ് സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ ഫിറ്റസ്റ്റിൽ തന്നെ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവരാണ് റൂൾ ചെയ്യുന്നത് എന്നുള്ളത് മുൻപുള്ള പല വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മണിപ്പൂരിക ചക്രം നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ലീഡേഴ്സ് ആകാനായിട്ട്, സമൂഹത്തിനെ നയിക്കുന്ന ദാർശനികരാകാനായിട്ടും
അതിനനുസരിച്ച് തന്നെ ലീഡർ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എക്സാമ്പിൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള നല്ല പവർഫുൾ ലീഡേഴ്സ് ആകാനായിട്ട് മണിപ്പൂരിക ചക്രത്തിൽ എനർജി എത്തുന്ന വ്യക്തികൾക്ക് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ മണിപ്പൂരിക ചക്രത്തിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് അടിമ വെക്കുകയാണ്. അടിമത്തത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശം അല്ലെങ്കിൽ കമാൻഡിങ് കൽപ്പനകളില്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരു നാഥൻ എപ്പോഴും ആവശ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ അടിമ വെക്കുകയാണ് മണിപ്പൂരിക ചക്രം വീക്കാകുന്ന സമയങ്ങളിൽ. ആൻഡ് നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ മണിപ്പൂരിക ചക്രം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മണിപ്പൂരിക ചക്രത്തിൽ ബ്ലോക്കേജസ് വരുന്ന സമയത്ത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് ആത്മീയ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ നമ്മളുടെ വികാരങ്ങൾക്ക് മേൽ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കുകയാണ്. കാരണം പലപ്പോഴും നമ്മൾ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ യുക്തിപരമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യിക്കും നമ്മുടെ വികാരങ്ങൾ. നമ്മുടെ വികാരങ്ങൾക്ക് അത്രമേൽ ശക്തിയുണ്ട് എന്നുള്ളതാണ്. അത് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള വികാരമാണെങ്കിൽ പറയുകയും വേണ്ട. അതുകൊണ്ടാണ് പല സമയത്തും പറയുന്നത്, നിങ്ങൾ വളരെ ദുഃഖത്തിലിരിക്കുന്ന സമയത്തും അതീവ സന്തോഷത്തിലിരിക്കുന്ന സമയത്തും തീരുമാനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ഓഫറുകൾ കൊടുക്കുകയോ ചെയ്യരുത് എന്നുള്ളത്, വാഗ്ദാനങ്ങൾ കൊടുക്കുകയോ ചെയ്യരുത് എന്നുള്ളത്. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ മണിപ്പൂരിക ചക്രത്തിൽ ഊർജ്ജം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് ബാലൻസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുക്തിയെ മൂർച്ചയോടുകൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മത്തിനെ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു കർമ്മയോഗി മൈൻഡ് സെറ്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ഒരു കർമ്മയോഗിയാകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, അവന്റെ താല്പര്യം കണ്ടെത്തിക്കൊണ്ട് അവന്റെ കർമ്മം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ലോകം മനോഹരമായിട്ടുള്ള ഒരു സ്വർഗമായിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മണിപ്പൂരിക ചക്രത്തിൽ ഊർജ്ജമെത്തിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഫിയർലെസ് എന്നുള്ളതാണ്. തലയെടുപ്പോടുകൂടി അവർ നടക്കുന്നു, ആധികാരികതയോടുകൂടി അവർ സംസാരിക്കുന്നു. അവരുടെ സംസാരത്തിൽ അതിശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസിങ് പവർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ഇന്റൻഷൻസ് ആക്ഷൻസിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പെർഫെക്ഷനിസ്റ്റിന് അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് കർമ്മയോഗികൾ. ഫിയർലെസ് ആയിട്ടുള്ള ഒരു സിംഹത്തിന്റെ തലയെടുപ്പോടുകൂടി അവർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികളെ സമൂഹത്തിൽ കാണുന്ന സമയത്ത് ഈ ഒരു തിയറിയുമായിട്ട് തട്ടിച്ചുകൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലും മണിപ്പൂരിക ചക്രത്തിൽ ഊർജ്ജം എത്തിയിട്ടുണ്ടായിരിക്കും, ബട്ട് നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. കർമ്മയോഗികളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ഇന്നർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഞാൻ എന്ത് കാര്യമാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം അവരുടെ കയ്യിലുണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ള ഒരു ആൻസർ അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. മണിപ്പൂരിക ചക്രം അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ മണിപ്പൂരിക ചക്രത്തിൽ കുണ്ടലിനി ശക്തി എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നേടണമെന്ന് വിചാരിക്കുന്നതായിട്ടുള്ള സംഗതികൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മൾ എത്തിച്ചേരണമെന്ന് വിചാരിക്കുന്നതായിട്ടുള്ള അവസ്ഥകളെയൊക്കെ അതിലേക്ക് അടുക്കുന്ന രീതിയിൽ, അതിനെ ശരിവെക്കുന്ന രീതിയിൽ അർത്ഥവത്തായിട്ട് നമ്മുടെ കർമ്മം, നമ്മുടെ സമയത്തിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. മണിപ്പൂരിക ചക്രത്തിൽ ഊർജ്ജം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ചില ആളുകൾ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് സമയം പോക്ക് എന്നുള്ള രീതിയിലാണ്. സമയം പോക്കിനപ്പുറത്തേക്ക് നമ്മുടെ കർമ്മത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ പർപ്പസിനെ സാധൂകരിക്കുന്നതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ട് നമ്മളെ മണിപ്പൂരിക ചക്രത്തിൽ നിന്ന് ഊർജ്ജം എപ്പോഴും നമ്മളെ തള്ളിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ഒരു കർമ്മയോഗിയെ പോലെ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുകയും ചെയ്യുകയാണ്. ഒടുവിൽ നമ്മൾ വിജയിക്കുന്ന ഒരു കർമ്മയോഗിയായിട്ട് മാറുകയുമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ മോശമായിട്ട് വരുന്ന സമയത്ത്, നമ്മൾ ഉണരുന്ന സമയം, നമ്മൾ ഉറങ്ങുന്ന സമയം, ഇതൊക്കെ എങ്ങനെയാണ് ലൈഫ് റീസ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് മുൻപുള്ള പല വീഡിയോകളിലും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ എനർജിയെ റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് പല വീഡിയോകളിലും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇതിനെ കൃത്യമായിട്ട് പ്രകൃതിയുടെ താളത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ സർക്കേഡിയം ഋതത്തിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ, അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ ചക്രങ്ങൾ ഇംബാലൻസ്ഡ് ആകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മണിപ്പൂരിക ചക്രത്തിനെയാണ് അത് ഏറ്റവും അധികമായിട്ട് ബാധിക്കുക. കാരണം നമ്മൾ ആവശ്യത്തിന് ഉറക്കം നമ്മുടെ ശരീരത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കർമ്മം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ സംസാരം, നമ്മുടെ അന്നത്തെ ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ എല്ലാത്തിനെയും ഈ ഉറക്കക്കുറവ് ബാധിക്കും എന്നുള്ളതാണ്.
അപ്പം ഇത്തരത്തിലുള്ള ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകൾ, അതുപോലെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ആക്റ്റീവ് അല്ലാത്തതായിട്ടുള്ള ജീവിതം, എപ്പോഴും കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ മാത്രം നമ്മുടെ ജീവിതം അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മണിപ്പൂരിക ചക്രം വീക്ക് ആകുകയാണ്. അതൊരു ജോലിക്ക് അപ്പുറത്തേക്കാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സിന് അടിമയായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ. മണിപ്പൂരിക ചക്രത്തിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. പല ആളുകളും അവരെപ്പോഴും നെഗറ്റീവായിട്ട് ഉള്ളിൽ സംസാരിക്കുന്നു, എപ്പോഴും ഇൻഫീരിയോറിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവരോട് പറയുന്നു, ഞാൻ അത്ര പോരാ, എനിക്കതിനുള്ള കഴിവില്ല, എനിക്കത് സാധിക്കില്ല. ഇത് ഉള്ളിലും പുറത്തും പറയുന്ന സമയത്ത് അത് ശരിയായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ് മണിപ്പൂരിക ചക്രത്തിന്റെ ഒരു റിസൾട്ട് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, ഓട്ടോ സജഷൻസ്, അഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മണിപ്പൂരിക ചക്രം നമ്മളെ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് സാക്ഷിയാകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ലെഥാർജിക് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന്, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ആക്റ്റീവായിട്ടും മാറുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നതും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും ചുറ്റിനുള്ള ആൾക്കാർക്കും സമൂഹത്തിന് ഉപകാരം ഉണ്ടാകുന്നതുമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാഴ്ച ഒരു കൺസ്യൂമർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറുകയും നമ്മൾ സൃഷ്ടാവിനോടുകൂടി ക്രിയേഷൻ എന്ന് പറയുന്ന, സൃഷ്ടി എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ നമ്മളെ തന്നെ പങ്കുവഹിക്കുന്നത് സാക്ഷിയാകാനും കാണാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് മണിപ്പൂരിക ചക്രം കൃത്യമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത്. മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണങ്ങൾ ലൈക്ക് പൈനാപ്പിൾ, ബനാന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണിപ്പൂരിക ചക്രത്തിന്റെ ഊർജ്ജത്തിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പൊതുവെ വിശ്വസിച്ചു പോരുന്നത്. നമ്മൾ പൈനാപ്പിളിന്റെ ഒക്കെ കാര്യത്തിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് അറിയാം, ആളുകൾ ദഹനം മെച്ചപ്പെടുത്താനായിട്ട് കഴിക്കുന്നതായിട്ടുള്ള ഒരു ഭക്ഷണമാണത്, ഒരു ഫ്രൂട്ടാണത്. ആ ഒരു ഫലം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ദഹനം മെച്ചപ്പെടുകയാണ്. ദഹനവും മണിപ്പൂരിക ചക്രവും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം ചക്രത്തിനെ ഹീൽ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരണം. ബയോ സൈക്കോ സോഷ്യൽ മോഡൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ളതും മനഃശാസ്ത്രപരമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ളതും അതിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം വെൽ ബാലൻസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് മിഡിൽ പാത്ത് ഈസ് ദ ഗോൾഡൻ പാത്ത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ബോഡിയെ നമ്മൾ ലിസൺ ചെയ്യണം. നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ബോഡിയെ നമ്മൾ കേൾക്കണം. ആ സമയത്താണ് നമ്മുടെ ബോഡി പലതിനു വേണ്ടിയും ക്രേവ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഓരോ ചക്രത്തിന് വേണ്ട അല്ലെങ്കിൽ ശരീരത്തിലെ ഓരോ അവസ്ഥകൾക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണത്തിനെ ബോഡി ആഗ്രഹിക്കും, ഉറക്കത്തിനെ ആവശ്യമെങ്കിൽ ബോഡി ആഗ്രഹിക്കും, റിലാക്സേഷനെ ബോഡി ആഗ്രഹിക്കും, ജലവുമായിട്ട് സമീപം വേണമെങ്കിൽ ബോഡി ആഗ്രഹിക്കും, അഗ്നി, വെയില് അല്ലെങ്കിൽ ചൂട് കായുന്ന അവസ്ഥകളൊക്കെ നമുക്ക് ചില സമയത്ത് തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഗ്യാസ് സ്റ്റൗ ആണ്. പക്ഷെ പണ്ട് കാലത്ത് അടുപ്പിനരികിലും അല്ലെങ്കിൽ തീ കൂട്ടിയിട്ട് മനുഷ്യർ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥകളെയൊക്കെ ബോഡി ക്രേവ് ചെയ്യും, ആഗ്രഹിക്കും എന്നുള്ളതാണ് അത് ആവശ്യമായിട്ട് വരുന്ന സമയത്ത്. അഗ്നിയാണ് മണിപ്പൂരിക ചക്രത്തിനെ ശുദ്ധി ചെയ്തെടുക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് വാംത്ത്, ഹീറ്റ്, ലൈറ്റ് ഇതൊക്കെ എക്സ്പോസ് ആകുന്ന സമയത്ത് മണിപ്പൂരിക ചക്രം കൂടുതൽ ഹീലായിട്ട് വരുന്ന നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. റിജക്ഷൻ നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് റിജക്ഷൻ എന്ന് പറയുന്നത് മണിപ്പൂരിക ചക്രത്തിനെ ബാധിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ വ്യക്തി റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തി, ദാറ്റ് പേഴ്സൺ ഈസ് നോ ലോങ്ങർ ഗോയിങ് ടു സെർവ് യുവർ ലൈഫ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് പിന്നീട് എത്തിച്ചേരും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളായിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ്, ശരീരം, ആത്മാവ്, ആത്മീയമായിട്ടുള്ള ഈ ചക്രങ്ങളുടെ അവസ്ഥ, ഇതിനെയൊക്കെ പരിപാലിക്കുക, വെൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. യു ആർ ലൈക്ക് എ മാഗ്നറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ പ്രകാശം പരത്തുന്ന സമയത്ത് ആ പ്രകാശത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എത്തിച്ചേരുമെന്നുള്ള സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം താനും. ഓവർ തിങ്കിങ് മണിപ്പൂരിക ചക്രത്തിനെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് അമിതമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒക്കെ അമിതമായിട്ടുള്ള ചിന്തയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അമിത ചിന്തയെ നിയന്ത്രിക്കുക എന്നുള്ളത്, അതിന് വേണ്ടതായിട്ടുള്ള ധ്യാനവും മറ്റു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് മണിപ്പൂരിക ചക്രത്തിനെ സംരക്ഷിക്കാനായിട്ട്, അതിന്റെ ഊർജ്ജത്തിനെ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ ചില കാര്യങ്ങളിൽ ചിലത് മാത്രം. അതുപോലെ തന്നെ സെൽഫ് ഡൗട്ടും പെർഫെക്ഷനിസവും മാറ്റി, അതായത് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ, സെൽഫ് ഡൗട്ട് ആണ്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, വിജയിപ്പിക്കാൻ പറ്റുമോ, ഈ ചിന്തകളൊക്കെ മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ ചെയ്യാൻ പറ്റുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്യുക, ചെയ്യാൻ പറ്റുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആത്മാവിന്റെ പർപ്പസ് കണ്ടെത്തുന്നത് വരെ അത് തുടരുക. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജീവിക്കുകയാണെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എലവേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ബ്രൈറ്റ് യെല്ലോ കളർ ഗ്ലോ ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട്
അതിൽ നിന്നുള്ള ഊർജത്തിനെ നമ്മുടെ മണിപ്പൂരിക ചക്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ പുക്കിളിന്റെ അതിന് മുകളിലുള്ള ആ ഭാഗത്തേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മണിപ്പൂരിക ചക്രത്തിനെ അങ്ങനെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് വഴി, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി ഒക്കെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ പ്രാണിക് ഊർജത്തിനെ സെൻസ് ചെയ്തിട്ട് അതിനെ മണിപ്പൂരിക ചക്രത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മണിപ്പൂരിക ചക്രം ആക്ടിവേറ്റ് ആകാനുള്ള സാധ്യതകൾ കാണിക്കും എന്നുള്ളതാണ്. നമ്മുടെ മണിപ്പൂരിക ചക്രത്തിന്റെ മുന്നിലേക്ക് നമ്മൾ കയ്യിൽ നിന്ന് ഈ സെൻസ് ചെയ്തിരിക്കുന്ന ഊർജത്തിനെ എത്തിച്ചുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പവർഫുൾ ആയിട്ട് ഊർജം അവിടെ മാറുന്നതും നമുക്ക് ഒരു എക്സ്പാൻഷൻ നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഒരു തുറവി ഫീൽ ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. അത് നമ്മുടെ കരങ്ങളെ വശങ്ങളിലേക്ക് അകറ്റിക്കൊണ്ട് നമ്മുടെ കരങ്ങളെ മൂവ് ചെയ്യിച്ചു കൊണ്ടുപോകുന്ന അത്ഭുതകരമായിട്ടുള്ള അവസ്ഥ നമുക്ക് മണിപ്പൂരിക ചക്രം കൂടുതൽ പവർഫുൾ ആകുന്ന സമയത്ത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. യോഗയിലേക്ക് വരുന്ന സമയത്ത് ബോട്ട് പോസ് അതുപോലെ തന്നെ വാരിയർ പോസ് ഒക്കെ മണിപ്പൂരിക ചക്രത്തിനെ കൂടുതൽ ശക്തമാക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി പ്രാണായാമത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, ഓപ്പൺ ആക്കാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ട്, ശക്തിപ്പെടുത്താനായിട്ട് പ്രാണായാമം സഹായിക്കുന്നു. മണിപ്പൂരിക ചക്രത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രാണായാമത്തിലേക്ക് എത്തുന്ന സമയത്ത് കപാൽഭാതി പ്രാണായാമം. കപാൽഭാതി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. കപാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഭാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഷൈൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്കൾ ഷൈനിങ് ബ്രീത്തിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഇറ്റ് പ്യൂരിഫൈസ് അവർ ബ്രെയിൻ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ അത് ഷൈൻ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ബ്ലോക്കേജസിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ നാഡികളെ ത്വരിതപ്പെടുത്തുകയാണ്, നമ്മുടെ ചിന്തകളെ ക്ലീൻ ചെയ്യുകയാണ്, നമ്മുടെ ശ്വാസകോശത്തിനെ ക്ലീൻ ചെയ്യുകയാണ്. നമ്മുടെ ശ്വാസകോശം വഴി കൂടുതൽ ഓക്സിജൻ നമുക്ക് ബ്രെയിനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയാണ്. കപാൽഭാതി പ്രാണായാമത്തിലേക്ക് വരുന്ന സമയത്ത് അത് ബെല്ലി ലാഫിങ്ങുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട്. നമ്മൾ ബ്രീത്ത് അധികം ലോങ് ആയിട്ട് എടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരം ഒരു കൂനിയിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ബേക്കോട്ട് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ വരുന്നതിനപ്പുറത്തേക്ക് നമ്മൾ നട്ടലിനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നു. എന്നാൽ നമ്മുടെ വയറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ബ്രീത്തിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഡീപ് ബ്രീത്തിങ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ബ്രീത്ത് ആണ് എടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ഷോർട്ട് ബ്രീത്തുകൾ എടുക്കുന്ന സമയത്ത് കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്ക് ആവാഹിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ ബ്രെയിനിനെ അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മണിപ്പൂരിക ചക്രത്തിനെ ശക്തിപ്പെടുത്തുന്നത് വഴി നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഷൈൻ ചെയ്യുന്നു ഈ പറയുന്ന സ്കൾ ഷൈനിങ് അല്ലെങ്കിൽ ബ്രെയിൻ ഷൈനിങ് ബ്രീത്തിങ്ങിലൂടെ. ഇതിനോടൊപ്പം തന്നെ ബെല്ലി ലാഫിംഗ് പോലുള്ള കാര്യങ്ങളും നമ്മുടെ മണിപ്പൂരിക ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഐ ആം കോൺഫിഡന്റ് ആൻഡ് സ്ട്രോങ്, ഐ ട്രസ്റ്റ് മൈ ഡിസിഷൻസ്. ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, ഞാൻ ശക്തനാണ്, ശക്തയാണ്, ഞാൻ എന്റെ തീരുമാനങ്ങളെ വിശ്വസിക്കുന്നു, എന്നിൽ തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. ഇത്തരത്തിലുള്ള സെൽഫ് അഫർമേഷൻസ് കൊടുക്കുന്നത് നമ്മുടെ മണിപ്പൂരിക ചക്രത്തിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെൽഫ് ഹിപ്നോസിസിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോ സജഷൻ കൊടുക്കുന്നതും മണിപ്പൂരിക ചക്രത്തിന് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നൽകുമെന്നുള്ളതാണ്. മെഡിറ്റേഷനോടപ്പുറത്തേക്ക് മന്ത്ര മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ബീജമന്ത്രയായിട്ടുള്ള രം എന്ന് പറയുന്ന മന്ത്രം നമ്മുടെ മണിപ്പൂരിക ചക്രത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ്. നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ ഓരോ ചക്രത്തിന്റെയും മന്ത്രങ്ങളെ കുറിച്ച് നിരീക്ഷിച്ചു പോയിട്ടുണ്ട്. മണിപ്പൂരിക ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് രം എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം ഊർജം നൽകുന്നു എന്നുള്ളതാണ്. ചക്രങ്ങളെ കുറിച്ചിട്ടുള്ള തിയറിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേഴ്സണാലിറ്റി അസസ്മെന്റിനെ കുറിച്ച്, അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഇതിനെ പരിഹസിച്ച് കാണുകയുണ്ടായി. ഈ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും പരിഹസിക്കാം, പക്ഷേ പ്രാചീന ഭാരതീയ സംസ്കാരത്തെ, അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള അറിവുകളെ പരിഹസിക്കുന്ന സമയത്ത് ശാസ്ത്രീയമായിട്ട് ഇതിൽ എത്ര കാര്യങ്ങളെ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. മെഡിറ്റേഷന്റെ ശക്തി സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മെഡിറ്റേഷൻ ഗുണമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സമയത്ത്, ശാസ്ത്രീയമായിട്ട് തെളിയിച്ച ഒരു കാര്യത്തിനെ ഒരുത്തൻ തള്ളിക്കളയുന്ന സമയത്ത് അവൻ നിരീശ്വരവാദിയല്ല, ഒരു വിഡ്ഢിത്തത്തിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മെഡിറ്റേഷൻ പോലെ തന്നെ പ്രാണായാമത്തിന്റെ ഫലങ്ങളെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. യോഗയുടെ ഗുണങ്ങളെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങളിൽ പറയുന്ന, ആത്മീയതയിൽ പറയുന്ന അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടാകില്ല. ബട്ട് സയൻസിന്റെ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഒക്കെ ഫലങ്ങൾ ഗുണമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിനെ ക്രമപ്പെടുത്തുന്നത്, നമുക്ക് ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണങ്ങളെ ക്രമപ്പെടുത്താം. അങ്ങനെ ക്രമപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് വേണ്ട സമീകൃതമായിട്ടുള്ള ആഹാരത്തിന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ചക്ര സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നിറമുള്ള വസ്ത്രങ്ങളെ പോലും ചിലപ്പോൾ നമ്മൾ സപ്പോർട്ടീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണ് ഉദ്ദേശിക്കുന്നത്? നിറം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ എനർജിയെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
ഓവറോൾ ഇത് നമ്മുടെ ഓറയെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്പൺ മൈൻഡോട് കൂടി നിരീക്ഷിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളെയും ശാസ്ത്രീയമായിട്ടും യുക്തിപരമായിട്ടും തട്ടിച്ചു നോക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നത് പ്രാചീന ഭാരതീയ സങ്കല്പങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പ്രാചീന ഭാരതീയമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുയിസ്റ്റിക് മിസ്റ്ററീസിൽ നിന്നുള്ള അറിവുകൾ എന്ന് പറയുന്നത് മറ്റേതൊരു മതത്തിന്റെയും മുകളിലാണ്. കാരണം ഇത് ബൃഹത്തായിട്ടുള്ള ഒരു സംസ്കാരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് നിങ്ങളുടെ മതത്തിൽ നിന്ന് അകലുകയല്ല, നിങ്ങൾ ആത്മീയമായിട്ട് ദൈവത്തിലേക്ക് അടുക്കുകയാണ്, മതത്തിനപ്പുറത്തേക്ക് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.